അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആധാനം അല്ലെങ്കിൽ ആദ്യം പറഞ്ഞതായിട്ടുള്ള ആധാനം, നല്ല ആധാനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല സന്താനമാണെങ്കിൽ മാതാപിതാക്കൾക്ക് സമാധാനവും സംതൃപ്തിയും സന്തോഷവും ലഭിക്കുമല്ലോ. സദ്ഗുണസമ്പന്നരല്ലെങ്കിൽ മാതാപിതാക്കൾക്കോ കുടുംബാംഗങ്ങൾക്കോ ഒരു വിധത്തിലുള്ള സംതൃപ്തിയും സമാശ്വാസവും സന്തോഷവും കൊടുക്കുകയില്ല. അതുകൊണ്ട് അന്യോന്യ സംയോഗത്തിന് മുമ്പ് തന്നെ ഒരു ഉത്തമ സന്താനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും വ്രതങ്ങൾ അനുഷ്ഠിക്കാനും വധൂവരന്മാർ തയ്യാറാവുകയും വിധിപ്രകാരമുള്ള ഒരു ശുഭമുഹൂർത്തത്തിൽ അന്യോന്യം സംയോജിക്കുകയും വേണം. അപ്പോൾ ആധാനത്തിൻ്റെതായിട്ടുള്ള രൂപം കിട്ടി. എന്താണ് ആധാനം? സ്ത്രീ പുരുഷ സംയോഗത്തെയാണ് ആധാന ലഗ്നം എന്ന് പറയുന്നത്. അപ്പം എന്തുകൊണ്ട് സന്താനം? ഏകേനാഭി സുപുത്രേണ വിദ്യായുക്തേന സാധുന ആഹ്ലാദിതം കുലം സർവം യഥാ ചന്ദ്രേണ ശർവരി. രാത്രിയിൽ ചന്ദ്രൻ ജനങ്ങൾക്ക് പ്രകാശത്തെയും സന്തോഷത്തെയും തരുന്ന പോലെ ഏകപുത്രനാണെങ്കിൽ പോലും സുപുത്രനും വിദ്യായുക്തനുമായ നല്ലവനുമായവൻ കുലത്തിന് ആഹ്ലാദത്തെ തരുന്നു. ഒന്നാണെങ്കിലും നല്ല സന്താനമാണെങ്കിൽ കുലത്തിനും നാടിനും ദേശത്തിനും അവൻ ഗുണമായി തീരുന്നു. ഇതൊരു നല്ല ഒരു ചിന്തയാണ്. അതുപോലെ ഷോഡശോപചാരങ്ങളിൽ ആധാന ലഗ്നത്തിന് പ്രാധാന്യം നൽകിയിരിക്കുന്നു. ഏതൊരു ജനത്തിനും ഏതൊരു പ്രാധാന്യം? അണ്ഡബീജ സംയോഗമാണ്. ഈ സംയോഗ സമയത്തെ ആധാനം എന്ന് പറയുന്നു, ലഗ്നത്തെ ആധാന ലഗ്നം എന്ന് പറയുന്നു. അപ്പൊ ആധാന ലഗ്നം എന്നതിൻ്റെ ഒരു ചിന്ത. ഇനി ലഗ്നം എന്നതിൻ്റെതായിട്ടുള്ള 5 ചിന്തകളെ കുറിച്ച് പറയുമ്പോൾ ഗർഭാധാന, ജലോദയ, ഭഗശിരാലലാടവീക്ഷിത, ക്ഷിതിസ്പർശ, പഞ്ചവിധസ്തു ജന്മസമയ, പ്രോക്തർ മുനീന്ദ്രയർ മത. 5 വിധത്തിലുള്ളതായിട്ടുള്ള ലഗ്നത്തെ കുറിച്ച്, 5 വിധത്തിലുള്ള ഏതെങ്കിലും ഒരു ലഗ്നം തന്നെ ഉപയോഗിക്കുന്നുള്ളൂ. ജാതക ചിന്തയിൽ ഏതെങ്കിലും ഒരു ലഗ്നത്തെ കുറിച്ച് ചിന്തിക്കുന്നു. അത് ഗർഭാധാനം, സ്ത്രീ പുരുഷ സംയോഗം എന്നുള്ളതായിട്ടുള്ള ആ ശാന്തി മുഹൂർത്തമെന്നോ അല്ലെങ്കിൽ എന്താ പറയുക സേകമെന്നോ പറയാവുന്ന അവിശിഷ്ടമായ സമയം അല്ലേ. ഏറ്റവും വലിയ കലയായിട്ട് അതിനെ പല കവികളും നിർവചിച്ചിട്ടുണ്ട്. പിന്നെ ജലോദയം, ഒരു സ്ത്രീയിൽ നിന്നും ആംനിയോട്ടിക് ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഈ ഗർഭജലം അത് പുറപ്പെടുന്നതായിട്ടുള്ള ആ സമയത്തെയും ഒരു ലഗ്നമായിട്ട് കൽപ്പിക്കുന്നു. പിന്നെ ഭഗശിര, ഭഗശിര 2 രീതിയിൽ നെറ്റിത്തടം കാണുന്നതിനെയും അല്ല, ഭഗശിര ശിരസ് കാണുന്നത്, ശിരസ് എപ്പോഴാണ് പുറത്ത് കാണുന്നത് അതിനെ ലഗ്നമായി എടുക്കുന്നു. ലലാട വീക്ഷിത, നെറ്റിത്തടം കാണുന്ന സമയത്തെയും എടുക്കുന്നു. മറ്റൊരു പ്രകരണങ്ങളിൽ പറയുന്നു നെറ്റിത്തടത്തുള്ളതായിട്ടുള്ള അപ്പോഴുള്ള രേഖകളെ ചിന്തിച്ചും ലഗ്നത്തെ കാണാമെന്ന്. പക്ഷെ നെറ്റിത്തടം കാണുന്ന സമയത്തിൽ തന്നെയാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ക്ഷിതിസ്പർശ, ഭൂമിയിൽ സ്പർശിക്കുന്ന സമയം. ഇങ്ങനെയുള്ളതായിട്ടുള്ള 5 വിധത്തിൽ ജന്മസമയത്തെ നമ്മൾ എടുക്കുന്നു. അതിൽ ലടവീക്ഷ നെറ്റിത്തടം പുറത്തു വരുന്നു, ക്ഷിതിസ്പർശം. അപ്പോൾ കൃതേതു ആധാന ലഗ്നം ച കലൗ ഭൂസ്പർശ